ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട്. അറസ്റ്റിലാണ്. ചോദ്യം ചെയ്യലൊക്കെ തുടരുന്നുണ്ട്. പല നടപടികളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും ഭൂമി ഇടപാടുകളുടെ രേഖകളും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം അത് മറിച്ചു വിറ്റ് പങ്കിട്ടുവെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് ഭൂമി ഇടപാട് നടത്തിയെന്നും പോറ്റിയുടെ മൊഴിയിലുണ്ട്. ജിബിൻ JB ആണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത്. ജിബിൻ, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട ഓരോ വിവരങ്ങളും ഒന്നൊന്നായി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. പ്രധാനപ്പെട്ട മൊഴികൾ: ഒന്ന്, ഈ സ്വർണം മറിച്ചു വിറ്റു എന്നുള്ള രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതിലൊക്കെ പല വിധത്തിലുള്ള സംശയം അത് മുന്നേ നമ്മളും ഉന്നയിച്ച കാര്യമാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്? പലരുമുണ്ട് ഇതിന് പിന്നിൽ. അവരിലേക്കൊക്കെ എങ്ങനെയായിരിക്കും ഇനി ഇവരെത്തുക? പൂജ, കഴിഞ്ഞ 2 ദിവസമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിലാണ്. ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തിലെ വീട്ടിൽ പരിശോധനകൾ നടത്തിയത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ശബരിമല കൊള്ളയിലൂടെ ലഭിച്ച സ്വർണം അത് വിറ്റ് പങ്കിട്ടെടുത്തു, തനിക്ക് ലഭിച്ച പങ്കിൽ നിന്ന് ഭൂമി വാങ്ങി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലുള്ളതായി സൂചന നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കിളിമാനൂർ പുളിമാത്തുള്ള വീട്ടിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്കിടെയാണ് 8 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കിടെ വീട്ടിൽ നിന്ന് ചില നിർണായക രേഖകളും സ്വർണ്ണാഭരണങ്ങളും പണവും ഭൂമി ഇടപാടിന്റെ രേഖകളും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തത്. ഇതിൽ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമല കൊള്ളയിലൂടെ ലഭിച്ച സ്വർണം ഉപയോഗിച്ച് ആ സ്വർണം വിറ്റുണ്ടാക്കിയ പൈസയ്ക്കാണ് ഈ ഭൂമി വാങ്ങിയതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ പരിശോധന നടത്തി ഈ ഭൂമി ഇടപാടുകളുടെ രേഖകൾ കണ്ടെത്തിയത്. അതുമാത്രമല്ല, വീട്ടിൽ നിന്ന് കുറച്ച് പണവും സ്വർണ്ണാഭരണങ്ങളും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട്. ഈ സ്വർണ്ണാഭരണങ്ങൾ കസ്റ്റഡിയിൽ എടുക്കാൻ കാരണം ഈ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയതിന് കൃത്യമായ രേഖകളില്ല. ഇതിന്റെ പണം എവിടെ നിന്നാണ്, ഈ പണത്തിന്റെ സ്രോതസ് എവിടെയാണെന്നുള്ള കാര്യത്തിനൊന്നും തന്നെ കുടുംബത്തിന് വ്യക്തതയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വർണ്ണാഭരണങ്ങളും ശബരിമല കൊള്ളയിലൂടെ ഉണ്ടാക്കിയ സാമ്പത്തിക നേട്ടത്തിൽ നിന്നാണോ ഇതൊക്കെ വാങ്ങിയത് എന്നുള്ള സംശയത്തിലാണ് ആ സ്വർണ്ണാഭരണങ്ങളും കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും ഇന്നലെ വൈകിട്ട് 3 മണിയോട് കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തിലെ വീട്ടിൽ പരിശോധനകൾ ആരംഭിച്ചത്. ആ പരിശോധന രാത്രി 11:20 വരെ നീണ്ടു നിന്നു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. ആദ്യഘട്ടം മുതൽ തന്നെ വീട്ടിന്റെ അകത്തും പുറത്തും അതുപോലെ വീടിന്റെ മുകൾ വശങ്ങളിൽ പരിശോധന നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലുണ്ടായിരുന്ന വാഹനങ്ങളുടെ രേഖകൾ പോലീസ് പരിശോധിച്ചു. ഈ വാഹനങ്ങൾ EMI ഉണ്ടോ, മുഴുവൻ പൈസ കൊടുത്താണോ വാങ്ങിയത്, ഇതിന്റെയൊക്കെ പണ സ്രോതസ് എവിടെ നിന്നാണ്. പിന്നീടാണ് വീടിന്റെ അകത്ത് പരിശോധന നടത്തി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, പണം, ഇതെല്ലാം പോലീസ് ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുക്കുന്ന. ഇതിന്റെ എല്ലാം സാമ്പത്തിക സ്രോതസ് കുടുംബാംഗങ്ങളോട് ചോദിച്ചെങ്കിലും അതിനൊന്നും തന്നെ വ്യക്തമായൊരു ഉത്തരം അവരുടെ കൈവശമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതെല്ലാം ശബരിമല കൊള്ളയിലൂടെ ഉണ്ടാക്കിയ സാമ്പത്തിക നേട്ടത്തിൽ നിന്ന് വാങ്ങിയതാണ് എന്നുള്ള ഒരു സംശയത്തിൽ നിൽക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇന്നും തെളിവെടുപ്പ് നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ സ്വർണ്ണപ്പാളികൾ ആദ്യം കണ്ടെടുക്കുന്ന ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ കണ്ടെത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ട് വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വെഞ്ഞാറമൂട് വീട്ടിലും പരിശോധന നടക്കാൻ സാധ്യതയുണ്ട്. ഇത് ഈ പരിശോധന തുടരും എന്നുള്ള വിവരമാണ്. ഇന്നും അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും പരിശോധന തുടരുന്നതായിരിക്കും.